നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിരുന്നു. മൊണോക്കോയിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ ചടങ്ങ് നടന്നിരുന്നത്. ഈ ചടങ്ങിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ യുവേഫ ആദരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനൊരു സ്പെഷ്യൽ അവാർഡ് യുവേഫ ഏർപ്പെടുത്തുകയായിരുന്നു. UCL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിനാണ് ഒരു അവാർഡ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ലഭിച്ചിട്ടുള്ളത്. യുവേഫ പ്രസിഡൻ്റായ സെഫറിൻ അത് റൊണാൾഡോക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ആ വേദിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് റൊണാൾഡോയും അതുപോലെ തന്നെ യുവേഫ പ്രസിഡൻറ്റും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ക്ലബ്ബായ അൽ നസർ വളരെയധികം സന്തോഷത്തിലാണ്. തങ്ങളുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് അവർ ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ പുരസ്കാരവുമായി നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അതിൻ്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് അവർ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മിസ്റ്റർ ചാമ്പ്യൻസ് ലീഗ് ഒരു നസ്രാവിയാണ്. അർഹിച്ച പുരസ്കാരം ഗോട്ട് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അൽ നസർ താരം എന്നാണ് നസ്രാവി എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഗോട്ട് എന്നുള്ള ഒരു പ്രയോഗം അവർ നടത്തിയിരിക്കുന്നത്. ഏതായാലും തങ്ങളുടെ താരത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. പതിവ് പോലെ മികച്ച പ്രകടനം ഈ സീസണിലും പുറത്തെടുക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുന്നുണ്ട്. 4 മത്സരങ്ങൾ ആകെ കളിച്ച താരം 4 ഗോളുകളും 2 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അൽ നസറിൻ്റെ ഒരു പ്രകടനം അത്ര ആശാവഹമൊന്നുമല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും ഡിഫൻസിലേക്ക് ഒരു ഫ്രഞ്ച് സൂപ്പർ താരത്തെ അവരിപ്പോൾ പുതുതായി കൊണ്ടുവന്നത് ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ കരുത്തരായ അൽ അഹ്ലിയാണ് അവരുടെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു കാണാം.